ഹായ്, മാത്സ് ഇൻട്രസ്റ്റിങ്ങോടെ മനസ്സിലാക്കി പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ നമ്മൾ ഫോക്കസ് ചെയ്തത് +1 +2 വിദ്യാർത്ഥികളാണ്. അപ്പോൾ +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ IIT പോലത്തെ സ്ഥാപനങ്ങളിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തവർക്ക് വേണ്ട മെറ്റീരിയൽസും ഈ ചാനലിൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ സമയം കഴിയുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. ചാപ്റ്റർ 1 സെറ്റ്സ്. സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായ ഒരു കൺസെപ്റ്റാണ്. അത് ഈ ഫസ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ മാത്സിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇതുപോലെ അറിയോ, ഇപ്പോൾ ഒരു വീടൊക്കെ നിർമ്മിക്കുമ്പം അതിൻ്റെ ഫൗണ്ടേഷൻ തറ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ ആ വീട് ബിൽഡ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെയാണ് മാത്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അതിൻ്റെ തറയാണ് സെറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഒരു +1 +2 കാലഘട്ടത്തിലൊന്നും മനസ്സിലാവില്ല. ആരെങ്കിലും +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് മാത്സിൽ ഹയർ സ്റ്റഡിക്കൊക്കെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും എൻ്റെ മാത്സ് തന്നെ ഏറെക്കുറെ സെറ്റിൻ്റെ പുറത്താണ് ബിൽഡ് ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് മാത്സിൽ സെറ്റ്. പക്ഷേ +1 നമ്മൾ പഠിക്കുന്ന സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ചിന്തിക്കാനില്ല. വളരെ സിമ്പിളായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, നമുക്ക് സെറ്റ് എന്താ നോക്കാം. സെറ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ? കലക്ഷൻ, കൂട്ടം, അത്രയല്ലേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ അപ്പോൾ കുറച്ച് കറക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കലക്ഷൻ നോക്കൂതാ, 12-ൽ താഴെ ഉള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കലക്ഷൻ. അതിൻ്റെ അകത്ത് ആരൊക്കെ ഉള്ളത്? 2, 4, 6, 8 and 10. ഇതല്ലേ 12-ൽ താഴെയുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. അതേപോലെ തന്നെ അടുത്ത കലക്ഷൻ എന്താണ്? ഇംഗ്ലീഷിലെ വൊവൽസ് അല്ലേ, AEIOU. അതേപോലെ തന്നെ മറ്റൊരു കലക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, 12നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ട് അത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇപ്പോൾ 3 കലക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മാത്സിലെ സെറ്റ് തന്നെ കഴിഞ്ഞാൽ ഇതേപോലത്തെ ഏതൊരു കലക്ഷനും മാത്സിലെ സെറ്റാണ്. പക്ഷേ എല്ലാ കലക്ഷനെയും മാത്സിലെ സെറ്റായിട്ട് എടുത്തിട്ടില്ല. ഞാൻ അത്തരം ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാ പോസ് ചെയ്തിട്ട് ഈ കലക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ. ഉദാഹരണമായിട്ട് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലെ +1 ബ്യൂട്ടിഫുൾ ഗേൾസിൻ്റെ കലക്ഷൻ. ഈ കലക്ഷൻ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വിശദീകരിക്കാം. ഇത് സത്യം പറഞ്ഞാൽ മാത്സിലൊരു സെറ്റായിട്ട് പരിഗണിക്കില്ല. ഇതിൻ്റെ പ്രശ്നം നിങ്ങളൊന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ഈ 3 കലക്ഷനും ഈ റെഡിങ്ങിൽ ചെയ്ത കലക്ഷൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് നോക്കിയോ? ഈ കലക്ഷൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരാളെ തന്നു കഴിഞ്ഞാൽ ആ ആൾ ഈ കലക്ഷനിൽ ഉണ്ടോ ഇല്ലേ എന്ന് കൃത്യമായിട്ട് പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിലെ +1 ഒരു സ്റ്റുഡൻറ്റിൻ്റെ, ഒരു ഗേളിൻ്റെ പേരാൻ വിചാരിക്കുക പാർവതി. പാർവതി ഈ കലക്ഷനിൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ 2 ഗ്രൂപ്പായി തിരിയാൻ ചാൻസ് ഉണ്ട്. കാരണം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാർവതി വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം പാർവതി ഈ കലക്ഷനിൽ വരും. വേറെ ചില കുട്ടികൾ പറയും പാർവതിനെ കാണാൻ ഒരു ലുക്കുമില്ല, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പാർവതി ഈ കലക്ഷനിലില്ല. കാരണം ബ്യൂട്ടി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഒരാളെ തന്നു കഴിഞ്ഞാൽ ആ ആൾ ഈ കലക്ഷനിൽ ഉണ്ടോ ഇല്ലേ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, അവിടെ തർക്കങ്ങൾ വരികയാണ്. അപ്പോൾ ഇത്തരം കലക്ഷൻസിന് മാത്സിൽ സെറ്റായിട്ട് എടുക്കില്ല. കാരണം നിങ്ങൾക്കറിയാം, മാത്സ് വളരെ കൃത്യമായിരിക്കണം, അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻസോ തർക്കങ്ങളോ ഒന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കലക്ഷന് മാത്സിൽ സെറ്റായിട്ട് എടുക്കില്ല. നോക്കൂ, ഈ 3 കലക്ഷനും ആ പ്രശ്നമല്ല. ഉദാഹരണമായിട്ട് ഈ സെക്കൻഡ് കലക്ഷൻ നോക്കൂ, ഇംഗ്ലീഷിലെ വൊവൽസ് ആണ്. ഇപ്പോൾ ഞാൻ ഒരു ലെറ്റർ കെ തന്നു, കെ ഈ കലക്ഷനിലുണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് പറയും കെ ഇതിനകത്തില്ല, കെ വൊവലല്ല. ഇനി ഓ തന്നു, ഓ നിങ്ങൾക്കറിയാം വൊവലാണ്, സോ ഇതിൻ്റെ അകത്തുണ്ട് അല്ലേ. അപ്പം ഇവിടെ അത്തരം തർക്കങ്ങളില്ല. ഒരു ഒബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇതിലുണ്ടോ ഇല്ല എന്ന് കൃത്യമായിട്ട് പറയാം. ഈ 3 കലക്ഷൻ അത് പറയാം. പക്ഷേ ഈ കലക്ഷന് അങ്ങനെയല്ല, ഒരു ഒബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല, അവിടെ തർക്കങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ തർക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെ തന്നു കഴിഞ്ഞാൽ ആ ആൾ ഇതിലുണ്ടോ ഇല്ല എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന കലക്ഷൻസിന് നമ്മൾ പറയാം വെൽ ഡിഫൈൻഡ് കലക്ഷൻസ് എന്നാണ്. ഞാൻ ഇവിടെ എഴുതാം. വെൽ ഡിഫൈൻഡ് കലക്ഷൻസ്. ഈ 3 കലക്ഷൻസും എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. അതിൽ അത്തരം ഒരു തർക്കമില്ല. ഒരു ഒബ്ജക്റ്റ് തന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇതിലുണ്ടോ അല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ കലക്ഷൻ എന്തല്ല? വെൽ ഡിഫൈൻഡ് കലക്ഷൻ അല്ല. വെൽ ഡിഫൈൻഡ് ആയ കലക്ഷൻസിനെ മാത്രമേ മാത്സിൽ സെറ്റായിട്ട് എടുക്കുള്ളൂ. ഇനി ഇത്തരം ഒരു കലക്ഷൻ, വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഒരു കലക്ഷനും കൂടി ഞാൻ എക്സാമ്പിൾ ആയി തരാം. ഇപ്പോൾ ഈ ലോകത്തെ മോസ്റ്റ് ഡേഞ്ചറസ് ആയ ആനിമൽസിൻ്റെ കലക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് ഇതുപോലെ വെൽ ഡിഫൈൻഡ് ആണോ? ഏതൊരു ആനിമലിനെ തന്നു കഴിഞ്ഞാലും ആ ആനിമൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണോ അല്ലേ നിങ്ങൾ പറയാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കൂ. പറ്റൂല. ഫോർ എക്സാമ്പിൾ, മൂർക്കം പാമ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസാണ്. പക്ഷേ വാവാ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം മൂർക്കം പാമ്പിന് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാക്കി തോന്നുന്നു. അദ്ദേഹം മൂർക്കം പാമ്പിന് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് അല്ലേ. അപ്പം മൂർക്കം പാമ്പ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസിൻ്റെ കലക്ഷനിൽ ഉണ്ടോ ഇല്ലേ എന്നൊരു തർക്കം വരാം. വേറെ എക്സാമ്പിൾ, ഇപ്പം പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഒരു പരിചയക്കാരുണ്ട്, ലക്ഷ്മി.
ലക്ഷ്മിക്ക് പൂച്ചനെ കണ്ടാൽ ഭയങ്കര പേടിയാണ്. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, ലോകം മുഴുവൻ വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാട്ടിന് പൂച്ചനെ കണ്ടാൽ പേടിയെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായ പൂച്ച പിന്നെ അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഡേഞ്ചറസാണ്. അപ്പോൾ പൂച്ച മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽ ആണോ അല്ലേ എന്നുള്ളൊരു തർക്കം വരികയാണ്. അപ്പോൾ ഈ മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസിൻ്റെ കളക്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഒരു ആനിമലിനെ തന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണോ അല്ലേ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്നും എന്തല്ല, സെറ്റല്ല. അപ്പോൾ സെറ്റാണെങ്കിൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കണം. അതായത് ഞാനൊന്ന് ഇവിടെ എഴുതാം കേട്ടോ, എന്താണെന്നുള്ളത് ക്ലിയർ മാച്ചിട്ട് ഇവിടെ എഴുതാം. ഇതാ ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എനി വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് എ സെറ്റ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നിർത്തുകയാണ്. ചെറിയ ചെറിയ വീഡിയോകളാക്കിയിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കണം, നല്ലതെന്ന് തോന്നുന്നു. ഇനിവേ അടുത്ത വീഡിയോ കാണാം.